ഇത് നമ്മുടെ പന്നീർ റോസയാണ്. ഈ മഴക്കാലത്ത് നിറയെ റോസയിൽ പൂക്കൾ ഉണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ കാണിക്കുന്നത് നമ്മുടെ ടെറസിന് മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന റോസയാണ്. ഇത് നാടൻ റോസയാണ്. ഇതിൽ നിറയെ പൂക്കളാണ് ഉണ്ടാകുന്നത്. ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ കരിഞ്ഞു നിൽക്കുന്ന പൂവിൻ്റെ 2 ലീഫ് താഴെയായി കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിറയെ പൂക്കൾ ഉണ്ട്. ഹൈബ്രിഡ് ആയാലും നാടൻ റോസയായാലും ഇതുപോലെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതിന് താഴെയായി വീണ്ടും പൊടിപ്പ് വരികയും അതിനോടൊപ്പം തന്നെ മൊട്ടുകൾ വരികയും ചെയ്യുന്നു. ഇതിൻ്റെ ചുവട്ടിലൊക്കെ നിൽക്കുന്ന കാടുകൾ നമുക്ക് പിഴുതു മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം മൊത്തം ഈ കാടുകളായിരിക്കും വലിച്ചെടുക്കുന്നത്. ഈ സമയത്ത് ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുവെങ്കിൽ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ചെറിയ ശിഖരങ്ങളൊക്കെ വെട്ടി മാറ്റി കൊടുക്കുക. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന റോസയാണ്. ഇത് വെള്ള കളറാണ്. ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകും. ഇതിൽ എപ്പോഴും നിറയെ പൂക്കളാണ്. ഞാൻ നേരത്തെ ചെയ്തതുപോലെ പൂവ് പൊഴിഞ്ഞ ശേഷം 2 ലീഫ് താഴെയായി വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. നാടനായിരുന്നാലും ഹൈബ്രിഡ് ആയിരുന്നാലും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മുടെ ഹൈബ്രിഡ് റോസയാണ്. ഇതിൽ ഒരെണ്ണം. നേരത്തെ എൻ്റെ കയ്യിൽ ധാരാളം ഉണ്ടായിരുന്നു. മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം കുറച്ച് റോസ വാങ്ങിച്ച് വെക്കണം. എല്ലാവരുടെ കയ്യിലും നാടൻ റോസ ഉണ്ടാവും. നിങ്ങൾ ഏത് വളമാണ് കൊടുക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാവും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. തേയിലക്കൊത്ത് ഇവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചായ ഇട്ട ശേഷം അതിൻ്റെ കൊത്ത് എടുത്ത് മറ്റൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാറുണ്ട്. മറ്റൊരു കവറിൽ കുറച്ച് മുട്ടത്തോടും എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടത്തോട് നമുക്ക് ഒരു മിക്സി ഉപയോഗിച്ച് അടിച്ചെടുത്ത് വരാം. ഞാൻ ഒരു കവറിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കും. ഇനി നമുക്ക് ഇതിനോടൊപ്പം തേയിലയും മുട്ടത്തോട് പൊടിച്ചതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടത്തോടും തേയിലക്കൊത്തും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ റോസയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ ഇത് സഹായിക്കും. മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ വളം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മഴയൊന്ന് കുറഞ്ഞു നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മഴ മാറിയിട്ടോ ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത്. അല്ലാതെ മഴ പെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വെള്ളത്തിൽ ഒലിച്ചു പോകത്തേ ഉള്ളൂ. ഇതിൻ്റെ ചുവട് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ തേയിലക്കൊത്തും ഈ മുട്ട പൊടിച്ചതും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മണ്ണ് നന്നായി യോജിപ്പിക്കാം. ആദ്യം കാണിച്ച പന്നീർ റോസയിൽ നിന്ന് ഞാൻ ഇവിടെ ഒരു ചെറിയ കമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ 3 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് മണ്ണിലോട്ട് കുത്തി കൊടുക്കാം. നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് കമ്പുകൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പൊടിച്ച് കിട്ടും. പന്നീർ റോസ വേഗം പൊടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ മഴ സമയത്ത് ഞാൻ ഇത് നട്ടു കൊടുക്കുന്നത്. ഇത് പൊടിച്ച ശേഷം ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഞാനിവിടെ സാധാരണ മണ്ണിലാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മണ്ണോ ചകിരിച്ചോറും മണലും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിലും നടാം. മണൽ മിക്സ് ചെയ്ത് നടുകയാണെങ്കിൽ ഇതിൻ്റെ വെള്ളം കെട്ടി നിൽക്കാതെ അത് വാർന്നു പോകുന്നതിന് സഹായിക്കുന്നു. വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യ ആയി. നിങ്ങളുടെ കയ്യിൽ എത്ര കളറിലുള്ള റോസയാണുള്ളത്? നാടനാണോ കൂടുതൽ അല്ലെങ്കിൽ ഹൈബ്രിഡാണോ? രണ്ടായാലും നാടനായിരുന്നാലും ഹൈബ്രിഡ് ആയിരുന്നാലും നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചെടി തന്നെയാണ് ഈ റോസ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഗാർഡൻ ടിപ്സ് എന്ന ഈ ചാനൽ സബും കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.